അമ്മേന്റെ ക്രാബ് ഒക്കെ കാണുന്നില്ല അമ്മേ. എന്താ മോളോ ഇത്? പെട്ടെന്ന് പോയി റെഡി ആവ്. ചെല്ല് ചെല്ല് ചെല്ല്. മോളിങ്ങനെ കളിച്ചു നിൽക്കാതെ പെട്ടെന്ന് വാ. ദാ വരണു അമ്മേ. ഇപ്പൊ ബസ് വരും. ലേറ്റ് ആവുന്നു. റെഡിയായി. അച്ഛാ അമ്മേ ബൈ. അമ്മേ ബൈ. സ്വാമിജി എപ്പോഴും പറയും പ്രസന്റ് ടെൻസിൽ ജീവിക്കാൻ പറ്റാത്തതാ നമ്മുടെ പ്രശ്നമൊന്നും. വീട്ടിലിരിക്കുമ്പോൾ ഓഫീസ്, ഓഫീസിലിരിക്കുമ്പോൾ വീട്. അതുകൊണ്ടെന്താ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബാങ്കിൽ നിന്ന് ഓഡിറ്റിംഗ് തുടങ്ങുന്ന ദിവസം സമയത്തിന് ചെന്നില്ലെങ്കിൽ മാനേജറുടെ ഫോക്സ് ഫേസ് കാണേണ്ടി വരും. ആഗോള സാമ്പത്തിക മാന്ദ്യവും ഇടതുപക്ഷത്തിന്റെ ആന്തരിക പ്രശ്നങ്ങളും ഒക്കെ ആലോചിച്ച് അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. രമേശേട്ടൻ ചെന്ന് വേഗം കുളിച്ച് റെഡിയാവാൻ നോക്ക്. എന്താ രമേശേട്ടാ, സുഖമില്ലേ? പനിയൊന്നുമില്ലല്ലോ. പിന്നെന്താ, തലവേദനയുണ്ടോ? അതോ ചെസ്റ്റിൽ വേദന പിന്നെയും തുടങ്ങിയോ? വെറുതെ ടെൻഷൻ അടുപ്പിക്കാത്ത കാര്യം പറ രമേശേട്ടാ. നീ ഇന്നെവിടെയും പോകുന്നില്ല. സ്വാമിജി പറഞ്ഞത് ശരിയാണ്. പ്രസന്റ് ടെൻസിൽ ജീവിക്കാൻ പറ്റാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. പക്ഷെ നമ്മൾ പെട്ടുപോകുന്ന അവസ്ഥകൾ പെടുത്തിക്കളയും, നമ്മൾ പോലും അറിയാതെ. ചിലന്തി വല പോലെ. ഒരാൾ വല്ലാണ്ട് പ്രയാസം അനുഭവിക്കുമ്പോഴാ തത്വങ്ങൾ പറയുക. അങ്ങനെ പറയണവരെ പ്രത്യേകം കെയർ ചെയ്യണമെന്ന് പറയും സ്വാമിജി. എന്താ രമേശേട്ടൻ്റെ പ്രോബ്ലം? പഴയ അബദ്ധം പിന്നെയും പറ്റിയോ? മനുഷ്യത്വത്തിന്റെ പേരിൽ ലോൺ എടുക്കാൻ ജാമ്യം നിന്നിട്ട്? അല്ല. പിന്നെ എന്താ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാം. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഞാൻ രമേശേട്ടൻ്റെ ഭാര്യ മാത്രമാണോ? നല്ലൊരു ഫ്രണ്ടും കൂടിയല്ലേ? ഞാൻ ഒരു പെൺകുട്ടിയുമായി അടുപ്പത്തിലാണ്. ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത്. തികച്ചും ഫോർമലായ ഒരു പരിചയപ്പെടൽ. അതോടെ എല്ലാം അവസാനിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇനിയും നിന്നോടിത് പറയാതിരുന്ന അതെന്നെ തന്നെ വഞ്ചിക്കലാവും. ലളിത, എനിക്കൊരു സൊല്യൂഷൻ വേണം. നിങ്ങളെ രണ്ടുപേരെയും വേദനിപ്പിക്കാത്ത തരത്തിൽ ഒരു പരിഹാരം. എന്താ അവളുടെ പേര്? മയി, ഹിരൺമയി. എന്നേക്കാൾ ചെറുപ്പമായിരിക്കും അല്ലേ?